വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് നല്ല നാടൻ മലബാർ സ്റ്റൈൽ കല്ലുമ്മക്കായ് നിറച്ചതാണ് ഞാൻ ചെയ്യുന്നത്. പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അരി ഒന്ന് കുതിർത്ത് വെക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിൽ 2 കപ്പ് അരി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. ഇതൊരു 4 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം. ഞാനിവിടെ പൊന്നി റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ അരി കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കല്ലുമ്മക്കായ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഇതൊരു 25 കല്ലുമ്മക്കായ ഉണ്ട്. കല്ലുമ്മക്കായൻ്റെ തോട് നന്നായിട്ട് കത്തി കൊണ്ട് ഉരതിയിട്ട് ക്ലീൻ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പകുതിയോളം നമുക്കിങ്ങനെ കത്തി കൊണ്ടൊന്ന് കീറി കൊടുക്കാം. മുഴുവനായിട്ട് കീറരുത്, പകുതി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതായത് മുഴുവനായിട്ട് കല്ലുമ്മക്കായ തുറന്ന് വെക്കരുത്. ഇനി ഇത് നന്നായി വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഊറാൻ വെക്കാം. അങ്ങനെ ചകിരി പോലുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കളയണം. എന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ഊറാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തുറന്ന ഭാഗം താഴോട്ടായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഊറി പാത്രത്തിൽ വരും. നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഒന്ന് ഊറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചെരുകിയത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഫെനൽ സീഡ്, നമ്മുടെ പെരിഞ്ജീരകമാണ്. പിന്നെ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് 1/2 ടീസ്പൂണ്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരയ്ക്കരുത്, തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. ഈ മാവ് ഒന്ന് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കാം. ഇത് റോസ്റ്റ് ചെയ്യാത്ത അരിപ്പൊടിയാണ്. ഇത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്തിട്ട് മാവ് ഏകദേശം ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണം. ഇനി ഒരു ആവിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് ഈ കല്ലുമ്മക്കായതിനകത്ത് മാവ് നിറച്ച് ആവിച്ചെമ്പിൽ വേവിക്കാൻ വേണ്ടി വെക്കാം. ഇങ്ങനെയാണ് മാവ് നിറയ്ക്കേണ്ടത്. ഒരുപാട് മാവ് നിറച്ച് കഴിഞ്ഞാൽ കല്ലുമ്മക്കായൻ്റെ ഫ്ലേവർ പോവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മാവ് മാത്രം നിറയ്ക്കുക. എന്നിട്ട് നേരത്തെ വെച്ച പോലെ തന്നെ തുറന്ന ഭാഗം താഴോട്ടാക്കിയിട്ട് നമുക്ക് കല്ലുമ്മക്കായ വെക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റോളം നമുക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നേരത്തെ കല്ലുമ്മക്കായ കഴുകി വെച്ചപ്പോൾ ഊറി വന്ന വെള്ളമാണ്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/3 ടീസ്പൂണ് ഞാൻ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ കല്ലുമ്മക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായ വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തോടൊക്കെ ഇതുപോലെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തോട് ഇതുപോലെ എടുത്ത് കളയാം. എന്നിട്ട് ഈ കല്ലുമ്മക്കായ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 തണ്ട് കരിവേപ്പില ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. കരിവേപ്പിലേൻ്റെ ഫ്ലേവർ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ ഇതിനെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്.